എനിക്ക് ഏറ്റവും തോന്നാം നിങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് അത് ആദ്യം പൂമ്പഴുതുണ്ടെങ്കിൽ അതിൻ്റെ ചെടി നീളം തീർക്കുകയോ കുഞ്ഞു ചെടിക്കാണോ വലിയ ചെടിക്കാണോ? കുഞ്ഞ് ഷൂട്ട് ഫ്ലൈ എന്ന് പറഞ്ഞൊരു കീടം വേറെ കുഞ്ഞു മുട്ടി വിളച്ചത് 2-3 നിലയാകുമ്പോൾ അത് നീളത്തിൽ കീറി നോക്കും. അതിനകത്ത് വെള്ളപ്പുഴു കണക്കാണ്. മാങ്ങയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഒരു വെള്ളപ്പുഴു കാണില്ലേ, അത് കണക്ക് ഉണ്ടാക്കും. അങ്ങനെ ഷൂട്ട് ഫ്ലൈ ആണ് ഞാൻ മരുന്ന് കൊടുക്കണേ. പിന്നീട് നമുക്കിപ്പം ഉണക്കിനെ പറ്റിയാണ് കൂടുതൽ പറയാനുള്ളത്. ഇത് ഉണക്ക് വരെ വെള്ളത്തിനകത്ത് അളവ് കുറഞ്ഞു ഇതോ സാധാരണ കീടനാശിനി അടിച്ചാൽ മതിയല്ലോ. അത് ഞാൻ കൂടിയൊന്നും വേണം. ഇപ്പോൾ ഉണക്ക് വരാൻ നമ്മൾ ബയോ കൾച്ചറിൽ ഉണക്കിനെ നിയന്ത്രിക്കുക 2 മാർഗങ്ങളാണ്. ഒന്ന് ബയോ കൾച്ചറിൽ ഉപയോഗിക്കുന്ന ബെറ്റലോബാക്ടർ ഉണ്ട്. രണ്ടാമത് ഉപയോഗിക്കുന്ന മൈക്രോറൈസൽ ഫംഗസ്. ഇപ്പം നമ്മുടെ HD ഫോമിനെ പറ്റി പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ബയോ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതിനുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നാമത് അതിൻ്റെ വില കൂടുതലായിരിക്കും. ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും അത് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്നിട്ട് ബയോ കൾച്ചറിനെ പൊതുവെ പൈസ കൂടുതലുള്ള കർഷകരിലേക്ക് ഒതുക്കി പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫാം എന്ന് പറഞ്ഞ സാധനം മൈക്രോറൈസൽ ഫംഗസ് അത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അത് മണ്ണിൽ വീണിട്ട് ഈ വേര് വളരുമ്പോൾ അതിൽ നിന്ന് പലതരത്തിലുള്ള രാസായനികൾ പുറത്തേക്ക് വരും. വെറുതെ ഷുഗർ, പിന്നെ അമിനോ ആസിഡ്സ് വരും, ഹോർമോൺസ് വരും. അപ്പം ഇതിനെ അട്രാക്ട് ചെയ്ത് ഈ വാമെന്ന് പറഞ്ഞ മൈക്രോറൈസൽ ഫംഗസ് വന്ന് ആകർഷിച്ച വേരിന് പുറത്തായിട്ട് ഒരു കവർ കണക്ക് വളരും. ഉദാഹരണത്തിന് നമ്മുടെ അത് 2 ടൈപ്പ് മൈക്രോറൈസ് ഉണ്ട്. ഏറ്റവും മൈക്രോറൈസ് വെച്ചാൽ പുറത്ത് മാത്രം വളർന്ന് ചിലത് ഉള്ളിലേക്ക് തുറന്ന് കയറിയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അതിനെ പറയുന്നത് സിംബയോട്ടിക് അസോസിയേഷൻ. സിംബയോട്ടിക് ഇതിൻ്റെ 2 കക്ഷികൾക്കും ഗുണകരമായ രീതിയിൽ ഒരാൾ മറ്റൊരാളിനെ സഹായിക്കുന്ന രീതി. അപ്പോൾ മൈക്രോറൈസൽ ഫംഗസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്ന്, ഈ നമുക്കറിയാം തണുപ്പുള്ള ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കോട്ടിൽ പോയി കഴിഞ്ഞാൽ തണുപ്പടിക്കുന്നില്ല. അതേ കണക്ക് മൈക്രോറൈസൽ ഫംഗസ് വന്ന് ഈ വേരിൻ്റെ പൊതിഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗത്ത് വേറെ ഒരു സൂക്ഷ്മജീവിക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന്. രണ്ടാമത് ഈർപ്പം പിടിച്ചു നിർത്തുന്നു. മൂന്നാമതെന്ന് വെച്ചാൽ ഇതിന് മണ്ണിൽ നിന്ന് ഫോസ്ഫറസ് മറ്റുള്ള മൂലകൾ പെട്ടെന്ന് ചെടിക്ക് കിട്ടുന്ന രീതിയിലേക്കാകും. അതാണ് മൈക്രോറൈസൽ ഫംഗസ്. ഇപ്പം മണ്ണിൽ ചൂട് കൂടുന്ന സമയത്ത് എന്താണ് പറ്റുന്നത്? മണ്ണ് ചൂടാകുകയും ആ സമയത്ത് പുതിയ വേരുകളൊക്കെ ഇതെല്ലാം ഉണങ്ങിപ്പോവുകയും അപ്പോൾ ന്യൂട്രിയൻസ് വലിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. കാരണം നമുക്കറിയില്ല മണ്ണിൻ്റെ ഘടനയെ നിയന്ത്രിക്കുന്ന ഘടകം എന്ന് പറഞ്ഞ് ഓർഗാനിക് കാർബൺ കണ്ടന്റ്, പിന്നെ മണ്ണിനകത്ത് ക്ലേ ഉണ്ടോ, സ്വിഫ്റ്റ് ഉണ്ടോ, മണലുണ്ടോ എന്നുള്ള അതിൻ്റെ അനുപാതം അതിനെ കളിച്ച് ചില പറയും നമ്മുടെ പറമ്പ് മഴയാകുമ്പോഴത്തേക്കും പൊട്ടിക്കിറക്കും, ഉണക്ക് വരാതെ മഴ വരുമ്പോഴത്തേന് അത് ലൂസായി പോകും. അങ്ങനെയുള്ള മണ്ണുള്ള ആൾക്കാർ ചെളി മണ്ണം വരും. അപ്പം അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഇങ്ങനെ നമുക്കറിയാം നമ്മൾ ശ്വസിക്കുന്നത് മൂക്ക് വെച്ചോ അല്ലെങ്കിൽ വാ വെച്ചോ ശ്വസിക്കാം. ചെടികൾ ഓരോ ഭാഗവും ശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ മണ്ണിനകത്ത് മഴ പെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അടികൾ ഉണ്ടാകുന്നത്? മഴ പെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അടികൾ ഉണ്ടാകുന്നത്? എന്താണ് വെള്ളം കെട്ടിയിട്ടെന്ന് വെച്ചാൽ മണ്ണിനകത്ത് എയറേഷൻ വേണം. എയറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മണ്ണിലുള്ള വേരുകൾക്ക് ഓക്സിജൻ കിട്ടുകയുള്ളൂ. അപ്പം മഴവെള്ളം പെയ്യുമ്പോൾ കിട്ടും. മഴ പെയ്യുമ്പോൾ വെള്ളം പിടിച്ച് ആ എയർ സ്പേസ് മൊത്തം നടക്കും. അതിനകത്തൊന്ന് വെള്ളം കെട്ടിയിരിക്കും. ഒരാളിനെ പിടിച്ച് ടാങ്കിലുള്ള വെള്ളത്തിൽ മുക്കി വെച്ചെങ്ങനെയിരിക്കും? ശ്വാസം പിടിച്ചത് പോലെ. അത് എനിക്ക് ആ സമയത്ത് മണ്ണിനകത്തുള്ള ഓക്സിജൻ അളവ് കുറയും. പണ്ടുകാലത്ത് മണ്ണിലകൾ നല്ല ഹോൾ ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് താഴ്ന്നു പോകും. ഇത് ചെറിയ താഴ്ത്തി പോയിട്ട് അവിടെ കെട്ടിയിരിക്കും. എപ്പോഴും ചെടികളുടെ വേരുകൾക്ക് ഓക്സിജൻ കിട്ടാതെ ആ അവസരത്തിൽ പോയി രോഗം ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള പേരുകൾക്ക് പിത്തിയും ഫൈറ്റോഫ്ലോറ അങ്ങനെ പല രീതിയിലുള്ള റൈസോപോട്ടിൻ അങ്ങനെ പല രീതിയിലുള്ള ഫംഗസുകൾ വളരാതെ ആ ഫംഗസുകൾ വളരുമ്പോൾ അതുണ്ടാകുന്ന വിഷമാണ് ഈ വേരുകളൊക്കെ ചീയൽ രോഗം ഉണ്ടാകാൻ കാരണം. പക്ഷേ മണ്ണിലോട്ട് വെള്ളം താഴെ ഇറങ്ങി പോയിക്കാൻ വിഷയം ഉണ്ടാകുന്നില്ല. എന്നുവെച്ചാൽ മണ്ണിലെ വെള്ളം കൂടുതൽ വലിച്ചെടുക്കുന്നു. അപ്പോൾ അതിനെല്ലാം നമ്മൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്താണ് പറഞ്ഞത്? ഇതാണ് പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞത് സ്ലിപ്പായി പോയി. നമ്മുടെ നമ്മുടെ വാമിനെ പറ്റി. വാം ഇങ്ങനെ വേര് വളരും. അപ്പോൾ നമ്മൾ വാം വളരുമ്പോൾ നമുക്ക് മേടിച്ച് ഉപയോഗിക്കുന്നത് ഒരുപാട് പൈസയാവും. വാമിനെ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. വേണ്ടേ? 1000 രൂപ വാം നമുക്ക് 5 രൂപ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? സുഖമായിരിക്കില്ലേ?
അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം, കുറച്ച് മണ്ണ് ഇപ്പോൾ ഞാൻ ഒരു സിമ്പിളായിട്ടൊന്നും പറയാം, അതിൻ്റെ മണ്ണ് ചെയ്താൽ ഒരു 5 കൊട്ട മണ്ണെടുക്കുക, പിന്നെ ഒരു 2 കൊട്ട നമ്മുടെ ചാണകപ്പൊടി ഇടുന്നത്, ചാണകപ്പൊടിയെ വെറുതെ കമ്പോസ്റ്റ്, ഏതെങ്കിലും കമ്പോസ്റ്റ്, പിന്നെ റോക്ക് ഫോസിൽ മസൂറി ഫോസിൽ 3-4 കിലോ അതിനകത്ത്, പിന്നെ യൂറിയ ഉണ്ടെങ്കിൽ അതിനകത്ത് 250-500 ഗ്രാം യൂറിയ കൂടെ ഇട്ട് ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്യണം. യൂറിയ 250-500 കൂടെ മിക്സ് ചെയ്ത് ഇതിന് ഒരു ചാക്ക് കട്ടിൽ അതിൻ്റെ അടിയിൽ കൂടെ ചപ്പ് ചോറുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഒരു 10-15 കിലോ ഈ മണ്ണ് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. എന്തോ മസൂരി 2-3 കിലോ കിട്ടാൻ പറ്റും, അത് കൂടിയ കുഴപ്പമില്ല. യൂറിയ ഒരു 4-5 കൊട്ട മണ്ണിന് 1/2 കിലോ വേണം യൂറിയ കൂടെ ഇട്ട് എല്ലാം നല്ല മിക്സ് ചെയ്യണം, നനയ്ക്കണം. മിക്സ് ചെയ്താക്കണം. ഇതിലൊരു ചാക്ക് എടുക്കുക, അതിനകത്ത് പകുതി ഭാഗം ചപ്പ് ചോറ് നിർത്തിയിട്ട് ഇതിന് കുറേ ഒരു 10-15 കിലോ അതിനകത്ത് ഇടും. അതിനുശേഷം നമ്മുടെ മുത്തുച്ചോളം അറിയാം, മുത്തുച്ചോളം തമിഴ്നാട്ടിൽ കിട്ടുന്നത് വെള്ളം, എന്താ പറയുക, സ്വർഗം എന്ന് ഇംഗ്ലീഷിൽ പറയും, മുത്തുച്ചോളം കിട്ടും. മുത്തുച്ചോളം മേടിച്ചിട്ട് ഈ നനച്ച് നമ്മുടെ ചാക്ക് നിറച്ചതിനകത്ത് കുറച്ച് 10-50 ഗ്രാം വെതിരിടുന്നുണ്ട്. ഇവിടെ കുറച്ച് മണ്ണിട്ടതിന് മൂടി വരും. അപ്പോൾ ഒരു 4-5 ദിവസം കൊണ്ട് മുളച്ച് വരും. അത് പെട്ടെന്ന് മുളയ്ക്കണമെങ്കിൽ മുത്തുച്ചോളം കൊണ്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുളയ്ക്കും. ഏത് രാത്രിയായാലും അതിന് കുറച്ച് മണ്ണൂടെ ഇട്ട് ഒരു 4 ദിവസം നല്ല മുളച്ച് വരും. അതിനുശേഷം നമ്മുടെ വാമില്ലേ, ഏതെങ്കിലും ഒരു കമ്പനിയിൽ വാം മേടിക്കുക, 1 കിലോ മേടിക്കുക, വെള്ളത്തിൽ കലക്കുക, ഈ ചെടിക്ക് മൊത്തം നനച്ച് വരും. അപ്പോൾ ഈ വാം വളരുന്നത് എങ്ങനെയാണ്? വാം എന്ന് പറയുന്നത് വെച്ചാൽ അത് ഒരു ചെടികളിലെ ലാബിൽ വെച്ചാൽ വാമിനെ തയ്യാറാക്കാൻ പറ്റുന്നില്ല. വാം ഉണ്ടാക്കിയിട്ട് എന്ത് മെയ്സ്, കമ്പ്, സ്വർഗം, നമ്മുടെ ഈ ഉണക്ക പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ചെടികളുടെ വേരിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മെയ്സിൻ്റെയോ അല്ലെങ്കിൽ കമ്പിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ കലക്കി വാം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് വളരുമ്പോൾ ഈ വേരിലോട്ട് പറ്റി പിടിച്ചത് വളരാൻ തുടങ്ങും. അപ്പോൾ ഇതൊരു 2-3 അടി പൊക്കം വരെ വെള്ളമൊക്കെ കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ ഈ വേര് മൊത്തം ഈ നിറയെ വാങ്ങും. എന്നിട്ട് ഇത് ഒരു 3-4 അടി പൊക്കാൻ മതിയാണ് ഈ ഇതിനെല്ലാം കൂടെ ഒരു ഷീറ്റ് ഇട്ടിട്ട് ഇതിനകം വേണ്ടി ഇതെല്ലാം വെട്ടി അരിഞ്ഞ് വേരെല്ലാം അരിഞ്ഞെല്ലാം മൂടി ഒരു 15 ദിവസം മൂടി ഇട്ടു. അതിന് ടൈറ്റായിട്ട് മൂടി ഇതെല്ലാം കൂടെ ചീഞ്ഞ് മൊത്തം മിക്സ് ആവും. എന്നിട്ട് ഇത് റെഡിയാക്കും. നിങ്ങളുടെ 50 ഗ്രാം വെച്ച് ഇതിനെടുത്ത് ഒരു ചെടിക്ക് ചുറ്റും അകത്തൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെടിക്ക് ആവശ്യം വാങ്ങുന്നത് തന്നെ ഉണ്ടാക്കിയത്. അല്ല, നമ്മൾ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്പനി നല്ല സ്റ്റാൻഡേർഡ് കമ്പനി വാങ്ങി മേടിക്കുക. അങ്ങനെ നമുക്ക് അധ്വാനിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്കാണെങ്കിൽ നേരിട്ട് മേടിച്ച് ഉപയോഗിക്കാം. വാം 2-3 ഫോമിൽ കിട്ടുന്ന, പൗഡർ ഫോമിൽ കിട്ടുന്നുണ്ട്, ഗ്രാനുവൽ ഫോമിലുണ്ട്, പിന്നെ HD ഫോം എന്ന് വെച്ചാൽ ഹൈ റിഫൈൻഡ് ഫോം വരുന്നുണ്ട്. അപ്പം അങ്ങനെ വാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എത്ര വേണം, ഇപ്പം 1000 രൂപ ഉണ്ടെങ്കിൽ 1000 രൂപ 2000 രൂപ അതിനനുസരിച്ച് ചാക്കിലൊക്കെ നിറച്ച് അത്ര കേൾക്കാം. ഇതിൽ വേണമെങ്കിൽ ഇത് തയ്യാറാക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടി മിക്സി കൂടുതലാക്കിക്കൊണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിന് പിടിക്കും. മാക്സിമം ആണെങ്കിൽ നമ്മുടെ ചെടിയിൽ കൊടുക്കാൻ പറ്റും. പിന്നെ അപ്പോൾ ഇത് ഉണക്കിനുള്ള മാമായി കഴിഞ്ഞു. രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് മെത്തലോബാക്ടർ. നമുക്കറിയാം, ഏരിയയിൽ അടിച്ചു കൊടുക്കുക. നമ്മുടെ ഈ അടുത്തെല്ലാം കേട്ടില്ലേ, മെത്തലോബാക്ടർ ഉണക്കിനെ പ്രതിരോധിക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടില്ലേ? മെത്തലോബാക്ടർ എന്ന് പറയുമ്പോൾ അത് ഇതിനൊക്കെ മെത്തലോബാക്ടർ മേടിക്കാൻ കിട്ടും. അത് നമ്മൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ യൂട്യൂബിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് മെത്തലോബാക്ടീരിയ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഈ മെത്തലോബാക്ടീരിയ ചെടികളുടെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടികളുള്ള സ്റ്റുമാറ്റായി വായു അങ്ങോട്ട് കയറാനും ഇറങ്ങാനുള്ള സിസ്റ്റമുണ്ട്. നമ്മുടെ മൂക്കിൽ കയറാനുള്ള സിസ്റ്റമുണ്ട്. അപ്പോൾ ഈ മെത്തലോബാക്ടീരിയ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഈ ഇലയുടെ അടിയിലുള്ള സിസ്റ്റങ്ങൾ പറ്റിപ്പിടിച്ചിട്ട് ഇത് അവിടെ വളരാൻ പറ്റും. അപ്പോൾ ഇതിന് കൊണ്ടുവന്ന വെള്ളത്തിനൊക്കെ വലിച്ചെടുക്കും. അതിൽ നിന്ന് വരുന്ന മീഥേൻ ഗ്യാസിനൊക്കെ വലിച്ചെടുക്കും. ഇത് അവിടെ വളരാൻ പറ്റും. അപ്പോൾ വളരുമ്പോൾ എന്ത് ചെയ്യും? ഈ വളർന്നിട്ട് ഈ രാസായനികൾ തിരിച്ച് ചെടികൾ പോകും. അപ്പോൾ നമുക്കൊരു റേഡിയേറ്റർ, വണ്ടിയിലൊരു റേഡിയേറ്ററിനകത്ത് വെള്ളം കയറി ഇറങ്ങുമ്പോൾ തണുപ്പിക്കുന്ന അതേ ഒരു എഫക്റ്റ് നമ്മുടെ ഇലയ്ക്കകത്തുണ്ടാകുന്നു. അതുകൊണ്ടാണ് മെത്തലോബാക്ടർ അഴിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ചെടി ഉണങ്ങി പോകാത്തതിൻ്റെ കാരണം. വെള്ളത്തിന് റീസൈക്കിൾ ചെയ്യും. അകത്ത് ചെടിക്ക് ആവശ്യം വെള്ളത്തിൻ്റെ മെയിൻ. ചിലപ്പോൾ അത് ഓസ്മോട്ടിക് പ്രൊസസ് കറക്റ്റ് ആകുന്നത് ചെടിയായിരിക്കും. അല്ലെങ്കിൽ പലപ്പോഴും ചെടി ചുരുണ്ട് പോകുന്നു, വളർന്നു പോകുന്നു, വാടിപ്പോകുന്ന ഒരവസ്ഥ. അപ്പം അതുകൊണ്ട് അപ്പോൾ ഈ മെത്തലോബാക്ടറും ഈ വാമുകൾ ചിരിച്ച് ഉണക്കിന് അങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മുടെ വേറൊരു കാര്യം പറഞ്ഞത്
ഉണക്ക് കൂടുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പലതരത്തിലുള്ള ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ചേഞ്ചസ് നമ്മുടെ മണ്ണിനുണ്ടാകും. മണ്ണ് കടുപ്പമായി പോകുന്നു. രണ്ടാമത് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം, വെള്ളം കുറവായി ഇല്ലാതെ വരുന്നു, വേര് ഉണങ്ങിപ്പോകുന്നു, റൂട്ട് മൈക്രോബിയൽ അസോസിയേഷൻ, നമ്മൾ പറഞ്ഞ പ്ലാന്റ് സോയിൽ റൂട്ട് ഇൻറ്ററാക്ഷൻ എന്ന് പറയും. ഈ മൂന്നിലുണ്ടാകുന്ന ഒരു വലിയൊരു വ്യത്യാസം ഉണ്ടാകും. എന്നുവെച്ചാൽ വേര് മണ്ണിൽ നിന്നും വളം വലിച്ചു കൊടുക്കും. അപ്പോൾ മണ്ണിൻ്റെ ക്വാളിറ്റി നോക്കുന്ന മണ്ണിന് വെള്ളം പിടിച്ചു വയ്ക്കുന്ന കപ്പാസിറ്റി ഉണ്ട്, അതിന് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയും. രണ്ടാമത് ന്യൂട്രിയൻ്റ് എക്സ്ചേഞ്ച് കപ്പാസിറ്റി, വെള്ളം കൊണ്ട് ന്യൂട്രിയൻസ് അയൺ ഫോം ചെടിക്ക് കിട്ടുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെടിയിലൊരു വെള്ളത്തിൻ്റെ ഒരു സർക്കുലേഷനാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചെടി നല്ല സ്റ്റഡി ആയിരിക്കുന്നത്. ഉണക്കൊരുപ്പത്തിൽ ആ വെള്ളത്തിൻ്റെ സർക്കുലേഷൻ ഉണ്ടാകുന്ന ഒരു ബ്ലോക്കാണ് ചെടി വാടിപ്പോകാനും വീണ് പോകാനുള്ള കാരണം. അപ്പോൾ നമ്മൾ പലരും പറയുന്നുണ്ട് ഓർഗാനിക് കാർബണിൻ്റെ കണ്ടന്റ് കുറയുന്നു, മണ്ണിൻ്റെ വെള്ളം പിടിച്ചു വെക്കുന്ന അവസ്ഥ, ആ കപ്പാസിറ്റി കുറയുന്നു. മൂന്നാമത് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കുറയുന്നു. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമുക്ക് എങ്ങനെ നമ്മുടെ പ്രശ്നം പറഞ്ഞാൽ പോലും പ്രശ്നത്തിന് പരിഹാരം വേണ്ടേ? ഏത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹാരമില്ലാതെ വെറുതെ പറഞ്ഞ് പേടിക്കുക. കാലാവസ്ഥ വ്യതിയാനം ബന്ധപ്പെടുത്തിന് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ കാര്യം പരിഹാരം വേണ്ടേ? പരിഹാരമില്ലാതെ വെറുതെ പറഞ്ഞ ആൾക്കാർ പേടിയൊക്കെയാണ്. സെമിനാറിൽ വന്നിട്ട് 200 രൂപ കൊടുത്തിട്ട് ഇവിടെ പേടിയൊക്കെ കെട്ടണം കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണക്കിന് പ്രതിരോധിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ചെറിയൊരു കോഡ്ലെസ് മൈക്ക് കൊടുത്താലേ ആൾക്കാർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നേ. ഇവർ മനസ്സിലിരിക്കുന്നത് നമ്മളോട് കേൾക്കണ്ടേ? എനിക്കില്ല അറിയാൻ പറ്റൂ. എന്തോ പൊതയിടുന്നതിന് നെഗറ്റീവ് ഇമ്പാക്ട് എന്താണ്? അതാദ്യം കേൾക്കട്ടെ. നമ്മളിപ്പം ഇറിഗേഷൻ കൊടുക്കുന്ന സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ നമ്മൾ തുണി നനച്ചിട്ട് ഒരു കയറി അരക്കിക്കൊണ്ടുവരുന്ന നിവർത്തി കിട്ടിയിട്ട് എത്ര മിനിറ്റ് ഉണങ്ങും? പെട്ടെന്ന് ഉണങ്ങില്ലേ? അതേസമയം ചുട്ടിക്കുട്ടിയിട്ട് എത്ര സമയം ഉണങ്ങും? കുറേ സമയം. ഇതേപോലെ നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ കൊടുക്കാൻ പറ്റും. വെള്ളം മൊത്തം വീഴും, അതിനൊരു 80% ആവിയായി കിട്ടുന്ന 20% രണ്ടിൻ്റെ പോലും താഴത്തെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഴക്കുഴികൾ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ എന്താ വെച്ചാൽ കുഴികൾ വെള്ളം കിട്ടത് അടിയിലോട്ട് പോകും. അടിയിലോട്ട് വെള്ളം ഈർപ്പം നിലനിന്നാൽ എന്ത് പറ്റും? വേരുകൾ അങ്ങോട്ട് പോയി കൂടുതൽ താഴത്തിൽ പോയി ഈ മൂലകളെല്ലാം വലിച്ചുകൊണ്ട് വരികയും വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പറ്റിച്ചാൽ അങ്ങനെ ഒരു വലിയൊരു അബദ്ധം വരുമെന്ന് മണ്ണിനടിയിലോട്ട് വെള്ളം വീഴുന്നില്ല. മഴ പെയ്താൽ വെള്ളം മൊത്തം ഒലിച്ച് കടലിലേക്ക് പോകുന്നുള്ളൂ. ആ പോകുന്ന പോക്കിൽ നമ്മുടെ മണ്ണിലുള്ള ജൈവാംശവും വളങ്ങളും മൊത്തം പൊക്കിക്കൊണ്ട് പോകുന്നു. നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഫോസ്ഫറസിൻ്റെ ആക്റ്റീവ് ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇലയ്ക്ക് ചെടിക്ക് 10, 15, 12 ഇലയായിട്ട് ശരം പൊട്ടാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഉണക്ക് വന്നിട്ട് നമുക്ക് അത് എങ്ങനെ പരിഹരിക്കും? ഒന്ന് ഞാൻ പറഞ്ഞു, മെത്തഡോബാക്ടീരിയ ചെയ്യാം, വാം ചെയ്യാം. മൂന്നാമത് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ സൂക്ഷ്മജീവികളെ മൊത്തം നമുക്ക് മണ്ണിനകത്തോട്ട് പോകും. അതിനെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തെങ്കിലും ഐഡിയ പറ്റില്ല. എനിക്കറിഞ്ഞൊന്നും എനിക്കൊരു പഠിക്കാൻ പറ്റുമല്ലോ. എന്തോ എന്ത് എന്തോ രണ്ട് ടൈപ്പ് ശാസ്ത്രജ്ഞരാണ് പ്രകൃതി സബ്ജക്ട് തയ്യാറാക്കി. കൃഷിക്കാരെന്ന് പറയുന്നത് പ്രകൃതിയിലെ ശാസ്ത്രജ്ഞന്മാരാണ്. അവർ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നവരാണ്. ഈ സയൻസ് പലതും വളർന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾ ഏലത്തിന്റെ കാര്യം പറയും. ഏലത്തിൽ ഇത്രയും വലിയ വിപ്ലവകരമായ മാറ്റം ഉണ്ടായിരുന്നില്ല എന്നെ ശേഷമാണ്. അതാരുണ്ടാക്കി? അത് കണ്ടുപിടിച്ചു ഉണ്ടാക്കി എന്തെങ്കിലും ആവട്ടെ. ഇന്ന് ഈ മാറ്റം വന്നിരുന്ന ഇത്രയും പച്ചപ്പൊക്കെ എങ്ങനെയാണ് ഹരിച്ചത്? ഏലം വന്നുകൊണ്ടല്ലേ? അത് കൃഷിക്കാരുടെ കോൺട്രിബ്യൂഷൻ ഇല്ലേ? ഇപ്പൊ ഞാൻ നമ്മൾ പറയുന്നത് ഇത്രയാണ്, കർഷകരും ടെക്നോളജിസ്റ്റും തമ്മിലൊരു ശരിയായ ഒരു താൽമയോടുകൂടി പോയാൽ മാത്രമേ നമുക്ക് ആ മേഖലയിൽ ഉയർച്ച ഉണ്ടാവുള്ളൂ. അല്ല കർഷകർ ഒരു സൈഡിലും മറ്റേ സൈഡിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എൻഡ് കാണുന്നില്ല, പാരലൽ പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. നമ്മുടെ ഉലുവ അറിയാം, ഒന്ന് എഴുതിക്കോ, എന്തായാലും ഒന്ന് കുളിപ്പിച്ച് എല്ലാവരും ഒഴിച്ച് തരാം. ഉലുവയ്ക്ക് വില കൂടിയാലും മുതലയ്ക്ക് കൂടിയാലും ഒഴിച്ചു പോയി. നമ്മുടെ ഉലുവയിലെ ഒരു 200 ഗ്രാം 200 ലിറ്റർ ഡ്രമ്മിനകത്ത് 10 കിലോ ഉലുവ, 10 കിലോ മുതിര, 10 കിലോ എള്ള്, 10 കിലോ കടുക്, 10 കിലോ മെയ്സ്. ഉലുവ, മുതിര, എള്ള്, കടുക്, മെയ്സ് 10 കിലോ. ഇല്ല അത് എപ്പോഴും എല്ലാം കൂടെ വെടി വിട്ട് കഴിഞ്ഞാൽ നടക്കില്ല. ഇടയ്ക്കിടയ്ക്ക് എല്ലാം കൂടെ വെടിക്കൊണ്ട് കൊടുക്കണ്ടേ?
ഇല്ലെങ്കിലും ആശാന്റെ എന്തെങ്കിലും ഒരു അഭ്യാസപ്രകടനം വേണ്ടേ? ഉലുവ, മുതിര, കടുക്, എള്ള്, മെയ്സ് 10 കിലോ പൊടിപ്പിക്കണം. പൊടിച്ചെടുക്കണം. മെയ്സിന്റെ ചട്ടിയിൽ ചേർത്ത് ഒട്ടിപ്പിടിക്കും. പിന്നെ മില്ലുകാരനൊരു അടിക്കും. അതുകൊണ്ട് മെയ്സ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒട്ടിപ്പിടിക്കും. ഉലുവ, മുതിര, എള്ള്, കടുക്, മെയ്സ് 10 പൊടിപ്പിച്ചു ഒരു 200 ലിറ്ററിന്റെ ഒരു ഡ്രമ്മിലാണ് ഇട്ട് കൊടുക്കും. വലിയ ഡ്രം ഉണ്ടെങ്കിൽ 500 ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. 200 ഇട്ടു. എന്നിട്ട് അതിനകത്ത് ഒരു 50 കിലോ പച്ചച്ചാണകം ചേർക്കണം. പിന്നെ ഒരു 10 കിലോ ശർക്കര, 10 കിലോ പഞ്ചസാര അതിനകത്ത് ഇട്ടു കൊടുക്കണം. എന്തായാലും പായസത്തിക്ക് നമുക്ക് എല്ലാം കൊടുക്കാം. ചെടി നന്നാകട്ടെ. ഒന്നുകിൽ നമ്മൾ നന്നാവണം, അല്ലെങ്കിൽ അവൻ നമ്മൾ തീരണം, അല്ലെങ്കിൽ അവൻ നന്നാവണം. ഇതെല്ലാം മേടിക്കാനാണ്. കുഴപ്പമില്ല, പകുതി അയലോക്കാരോട് കൊടുത്താൽ മതി. എന്നാൽ ഇതിങ്ങനെ ആക്കിയിട്ടുണ്ടല്ലോ, നിങ്ങൾ ഈ പറഞ്ഞ കൾച്ചറുകളില്ലേ, NPK കൾച്ചർ വേണം. നിങ്ങൾക്ക് കൈ കിട്ടുന്ന സ്യൂഡോമോണസ് ഒഴികെ ബാക്കി എല്ലാ കൾച്ചറുകളും കൂടി രണ്ടും കൂടെ പഞ്ചസാര പെട്ടെന്ന് വളരാൻ, ശർക്കര സ്ലോ വളരാനായി. അത് 10 കിലോ ചേർക്കണം. അത് ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ വിവരം അറിയിപ്പിന്നെ എല്ലുപൊടിയും മറ്റേ ഇതൊന്നും മേടിക്കാൻ പോകണ്ട. എന്തുകൊണ്ടാണ് ഉലുവ, മുതിര, എള്ള്, കടുക് പറഞ്ഞത്? അതിനെപ്പറ്റി അറിയാം? എന്തോ അതൊക്കെ 1 കിലോയോ ലിറ്റർ എന്തെങ്കിലും മേടിച്ച് ഒഴിയാതല്ല. സൂഡോമോണസ് വീട്ടിൽ ബാക്കി എല്ലാം കൂടെ മേടിച്ചിട്ട് മിക്സ് ചെയ്യും. ആ കമ്പനിക്കാർക്ക് അവിടെ എല്ലാം നോക്കിയിട്ട് എല്ലാം കൂടെ മേടിച്ചിട്ട് പോയി ഒരു 100 ലിറ്റർ വെള്ളത്തിനകത്ത് ഇതെല്ലാം കൂടെ കലക്കാം. ഉലുവ, മുതിര, കടുക്, എള്ള്, മെയ്സ് കഴിഞ്ഞു. 10 കിലോ പഞ്ചസാര, 10 കിലോ ശർക്കര. അത് ഇവിടെ കമ്പനിക്കാരുടെ ലിസ്റ്റ് എന്തെങ്കിലും വായിച്ച് പഠിച്ച് എഴുതി. ഇപ്പൊ ആരത് ഗുണം വേണ്ടി NPK കൾച്ചർ മേടിക്കുക. അതിനകത്ത് സൂഡോമോണസ് ട്രൈക്കോഡർമി ചേർക്കരുത്. ചേർക്കണമെന്ന് പറയുന്നത് സൂഡോമോണസ് ട്രൈക്കോഡർമിയുടെ കാര്യം ഫാസ്റ്റ് വളരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറച്ച് ദിവസം ഇതെല്ലാം കൂടെ കലക്കിയിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ ട്രൈക്കോഡർമ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചോളൂ. മൂടിക്കെട്ടണം. ഒരു 15 ദിവസം മൂടി കെട്ടി വയ്ക്കുക. മൂടി കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് 15ാം ദിവസം തുറന്ന് 100 ലിറ്റർ വെച്ച് 200 ആക്കണം. ഇതിന് വേണമെങ്കിൽ 200 നമുക്ക് 500 ആക്കാം. ഒരു കുഴപ്പമില്ല. 500 ലിറ്റർ ടാങ്ക് ആണെങ്കിൽ 500 ആക്കാം. അപ്പൊ ചാണകത്തിന് കുറച്ച് കൂട്ടിയാൽ മതി. അപ്പൊ ഇത് നല്ല കുളിച്ച് റെഡിയായി. അപ്പൊ ഈ ഉലുവ, മുതിര, കടുക്, എള്ള് പറയാൻ കാര്യം ഇതാണ്. ആയുർവേദത്തിലെ സിദ്ധൌഷധങ്ങളാണ് ഉലുവ, മുതിര, എള്ള്, കടുക്. രണ്ടാമത് ഓയിലിന്റെ കണ്ട നമ്മൾ നമ്മുടെ പണ്ട് വിശ്വാസ പ്രമാണത്തിൽ പറയും കടുക് മണിയോളം വിശ്വാസം പറഞ്ഞു. കടുകിനെ പറയുന്നത് മെയ്സ് പോലാവണമെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ തേങ്ങയും കിടക്കാവണമെന്ന് പറയാത്ത കാര്യം എന്താണ്? കടുകിനകത്ത് അത്രയും പവർ, ബോംബിനകത്ത് ഉള്ള അത്രയും എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് മുളച്ചു വരുന്നത് കടുകിന്റെ. അപ്പൊ ഈ എണ്ണകളെല്ലാം കൂടെ മണ്ണിൽ ഫാക്ടറി ചെല്ലുമ്പോൾ ഒരുപാട് എനർജി കിട്ടും. മണ്ണിലങ്ങോട്ട് ഒഴിച്ച് സൂക്ഷ്മജീവികൾ വളരാനുള്ള ഓർഗാനിക് കാർബൺ കണ്ടന്റ് എന്ന് പറഞ്ഞില്ലേ, ഓർഗാനിക് കാർബൺ കൂടാൻ സഹായിക്കും. മണ്ണിന് കടന്നു പോയപ്പോൾ സൂക്ഷ്മജീവി സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. 200 ലിറ്റർ അതിന് 5 ലിറ്റർ 200 കലക്കുക. ഒറ്റ വഴി ചെടിക്ക് അകത്തും പുറത്തും എല്ലാവർക്കും കാണുന്നില്ല. ഒരു വർഷത്തിൽ 4 പ്രാവശ്യത്തിൽ ഏറ്റവും കുറഞ്ഞ് ഒഴിക്കാൻ മതി. നിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുന്നുള്ള പേപ്പറിൽ എഴുതി വെച്ചു. എന്തോ മഴ നിങ്ങൾക്ക് കുസൃതിയല്ല കയ്യിൽ വരുന്നില്ലേ? എന്നോട് മാറ്റി വന്നിട്ടില്ലേ? ചില മനുഷ്യന്മാരെ നേരെ മുതൽ വഴി വെച്ച് അടിക്കേണ്ട കാലം കഴിഞ്ഞു വരില്ല. മഴക്കാലത്ത് ഒരു കുസൃതി കാണിക്കാൻ കഴിക്കുന്ന പൈസ അല്ലെങ്കിൽ അടിയിൽ കുടം പിടിച്ചു കൊടുത്തു, കുടം കുടിച്ചോളൂ. അത് വിവരം പറയും. ചെടിക്ക് വേര് പൊട്ടും, ശരം പൊട്ടും, കാ പൊട്ടും, ചീമ്പ് പൊട്ടും, ആകെ പ്രശ്നമാകും. ചിലപ്പോൾ കേൾക്കാൻ പറ്റും. രാത്രി ഇയർഫോൺ വെച്ച് കിടക്കണേ. അപ്പൊ ചെവിക്ക് അകത്തൊക്കെ പടം പൊട്ടും. ഇത് ഒരുപാട് കൃഷിക്കാർ ചെയ്ത റിസൾട്ട് 100% കിട്ടിയതാണ്.
അത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കുതിരക്ക് വിൽക്കാൻ വരുന്നില്ല. ചെയ്തവർക്കെല്ലാം വലിയൊരു റിസൾട്ടാണ്. ഇവിടെ ചില ആൾക്കാർ കൂടെ മിണ്ടാതിരിക്കുകയാണ്. കാരണം കുടിയുടെ വിഷയം എന്ന് പറയാം, ഞാൻ പറഞ്ഞത് നിങ്ങളോട് രക്ഷപ്പെടില്ലേ? ആ പറയാൻ പാടില്ല. സ്വന്തം അപ്പൻ മോനോട് പറയില്ല, കാര്യം അങ്ങോട്ട് രക്ഷപ്പെടുന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മള് കൃഷിക്കാര് ദൈവമുണ്ടോ നമ്മുടെ ചെറുക്കാനുണ്ട്. എന്ത് അല്ല, കടക്കാർ ചെയ്യണമെന്നാണ്. കടക്കാരൻ മരുന്നും വേണം, വളവും എല്ലാം നമുക്ക് വേണം. ഇതെന്ന് വെച്ചാൽ മേമ്പടികളെ കൊടുക്കുകയല്ലേ, ആയുർവേദ മരുന്നുള്ള മേമ്പടി. നിങ്ങൾക്ക് അതിശയത്തിൽ ആമ്പലം വഴി ആമ്പലത്തോടെ വിളിക്കുന്നുണ്ട്. എത്ര കാര്യങ്ങളാണ് ഏല കൃഷി പറഞ്ഞേ. ഇവിടെ ഏല കൃഷി ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഉത്പാദനം മണ്ണിന് ആരോഗ്യം ലഭിക്കുക. ഏതെങ്കിലും ശർക്കര മതിയെന്ന് അങ്ങനെ പറഞ്ഞിട്ടോ പറയുന്നില്ലേ? അതേപോലെ നിങ്ങൾ പറഞ്ഞ കണക്കില്ല, സ്വർണ്ണത്തിന് വിലക്കുറവ് സൗത്ത് ആഫ്രിക്കയാണ്. നമുക്ക് ഒരു രൂപ മേടിച്ചില്ല. പോവാം, വണ്ടിക്കൂലിയോ 100 പവനാണ്. ഏതെങ്കിലും മറ്റേ ആൾക്കാർ പഴഞ്ഞ സ്ഥലം അരിഞ്ഞ സ്ഥലത്ത് ഏതെങ്കിലും മതി. വീട്ടിൽ നല്ലത് വീട്ടുകാരത്തേക്ക് മേടിച്ചു കൊടുക്കും. പിന്നെ എനിക്ക് ചെടി കയറ്റില്ല, മറവിൽ തന്നെ മേടിക്കും. അവിടെ വീട്ടുകാർക്ക് ശർക്കര മറവിൽ വളർത്തുകയും സാധാരണ കുപ്പിക്ക് കൊടുത്തു. എന്തിനു പറയുമ്പോൾ ചെടിക്ക് മറവിൽ മേടിച്ചു കൊടുക്കണം. അപ്പൊ ഇതിനെ കട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിന് തകർപ്പിന്റെ ആരോഗ്യം വയ്ക്കും. മണ്ണ് ലൂസാവും, മണ്ണിൽ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കൂടും, ചെടികളെല്ലാം നല്ല ഗുണം വരും, നല്ല ശക്തിയുള്ള ശരം ഉണ്ടാവും, നല്ല ക്വാളിറ്റിയുള്ള കായ ഉണ്ടാവും, കായ്ക്ക് വലിപ്പം കൂടും, എല്ലാം ചെയ്യും. ഇതിന് വേണമെങ്കിൽ അരിച്ചടിച്ച് ഓരോ മരുന്നിലൂടെ അടിച്ചു അടിച്ചിട്ട് എന്തായാലും വിളിച്ച് പറയണം, സാറേ ഞങ്ങളൊക്കെ ചെയ്ത് നമുക്കിത് കിട്ടി, അല്ലെങ്കിൽ സാറ് നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറയണം. ഇൻഫാമിന്റെ ആൾക്കാർ പറഞ്ഞ് വെറുതെ കേട്ടുകൊണ്ട് അത് പ്രാവർത്തികമാകണം. വ്യവസായത്തിന് ആലോചിച്ചുകൊണ്ടിരിക്കണം, എന്റെ തോട്ടത്തിൽ ഞാൻ എങ്ങനെ വിളിക്കുന്നത്, ഇത്രയും കടയിലൊക്കെ വില കൂടുതലില്ല. സാർ ഈ കണക്ക് കൂടുതൽ നോക്കുന്നുണ്ട്, അതൊക്കെ കുഴപ്പമാണ്. ഈ അധ്യാപകരും ബാങ്കുകാരും ശ്രമിക്കുന്നത് അവർ മൊത്തം കണക്കെഴുതി നോക്കും. അത് വലിയൊരു കുഴപ്പമുണ്ടല്ലേ സാറേ? സാറേ ഒരു മൈക്കോട് കൊടുത്തിട്ടില്ല, അവരെ ആർക്കും ചോദിച്ചോളാം, പിന്നെ നിരാശപ്പെടുന്ന ചോദിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ ചോദിച്ചോ, പരിപാടി തോന്നും. ചോദിക്കാനുള്ള ഇങ്ങോട്ട് വാ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ. നമുക്ക് പൊതുവെ ഒരു വിഷയം, മഞ്ഞപ്പ് കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര പേടിയാണ്. അത് രാത്രി ഉറക്കത്തിൽ പോലും ഉറക്കം വരെ രാവിലെ ഓടി ഒട്ടി പോയി വല്ലതും ചെയ്യാം. ഈ ചെടിക്ക് മഞ്ഞപ്പ് ഉണ്ടാവാൻ എന്തെല്ലാം കാരണമാണ്? ഒന്ന് വേരിന്റെ വിഷയം ഉണ്ടായേക്കാം, മഞ്ഞപ്പുണ്ടാവും. വേര് ചീഞ്ഞാൽ മഞ്ഞപ്പുണ്ടാവും. നിമാവേരി ആക്രമണം ഉണ്ടായിട്ടുണ്ടാവും, മഞ്ഞാവും. മിലികൂട്ടി ഒരു ആക്രമണം ഉണ്ടാവും, മഞ്ഞയാവും. പിന്നെ വേറെ എന്തുണ്ട്, ഫിസേറിയം വന്ന മഞ്ഞയുണ്ടാവും. പിന്നെ വെള്ളം കെട്ടി നിന്ന മഞ്ഞയുണ്ടാവും. ഉണക്ക് കൂടിയ മഞ്ഞയുണ്ടാവും. പിന്നെ വേറെ കാറ്റടിച്ച് ഒളിച്ച മഞ്ഞയാവും. വെള്ളീച്ച വന്ന മഞ്ഞയാവും. പിന്നെ ഊരൻ വന്ന മഞ്ഞയാവും. പിന്നെന്താ, പിന്നെ വന്ന് നൈട്രജൻ കുറഞ്ഞ മഞ്ഞയാവും, സൾഫർ കുറഞ്ഞ മഞ്ഞയാവും, മാഗ്നീഷ്യം കുറഞ്ഞ മഞ്ഞയാവും. മഞ്ഞയെന്ന് വെച്ചാൽ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു മഞ്ഞ കുറഞ്ഞ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വേര് മാന്തിയിട്ട് ഒരു നല്ലൊരു വേരിനെടുത്ത് നല്ല കൈ നീളത്തിൽ കീറി നോക്കുക. വെള്ളവരമാണെങ്കിൽ രോഗം ഇല്ല.
ആ സെൻറ്റർ ഭാഗത്ത് ബ്രൗണോ യെല്ലോ കളറോ കാണിക്കുകയും അല്ലെങ്കിൽ വേരിൻ്റെ പുറത്ത് ബ്രൗൺ കളർ കാണിച്ച് അത് രോഗമാണ്. അപ്പം വെള്ള കാണിച്ചു, ഇത് കാണിച്ചില്ല, ഹിമാലയയില്ല, ഒന്നുമില്ല. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്താണ്? അപ്പം നമ്മൾ കൊടുത്ത വളത്തിന് കുറവുണ്ട്. അപ്പോൾ വളം നോക്കിയിട്ട് ഏത് വളം കുറവാണ്. ഇപ്പം നൈട്രജൻ കുറവാണ്, മെഗ്നീഷ്യം വന്ന് ഞരമ്പുകൾ മെഗ്നീഷ്യം കുറവുണ്ടെങ്കിൽ കാണിക്കും. കാരണം അത് ഏതാണ് നോക്കി കണ്ടുപിടിച്ചതിന് ശേഷമാണ് അതിനുള്ള പരിഹാരമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പോയി ഫംഗിസൈഡ് മേടിച്ചടിക്കുന്ന ആ പ്രവണത മാറ്റണം. അപ്പം മഞ്ഞ മാറി എന്തോ ആ മഞ്ഞ മാറി. അപ്പം അത് എന്താണ് കുറവുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്യുക. ഞാൻ നേരത്തെ നമ്മൾ വളം എപ്പോഴും വളം കൊടുക്കുമ്പോഴും NPK വളർത്തോ ഫാക്ടംഫോസ് ആയാലും പൊട്ടാഷ് ആയാലും യൂറിയ എല്ലാം കൂടെ ആയാലും അതിന് ഒരു അനുപാതത്തിൽ മിക്സ് ചെയ്യണം. ഇപ്പം ഉദാഹരണം DAP ഫാക്ടംഫോസ് ഒരു 50 കിലോ എടുത്തു കഴിഞ്ഞാൽ കായ് ഇല്ലാത്ത ചെടിയാണെങ്കിൽ പകുതി ഡോസ് നമ്മുടെ പൊട്ടാഷ്യം, കായുള്ള ചെടികൾ തുല്യ ഡോസാണ്. 50 കിലോ 50 കിലോ ആക്കണം. കായ് ഇല്ലാത്ത 50 കിലോ ഫാക്ടംഫോസ് 25 കിലോ പൊട്ടാഷാക്കി 20 കിലോ മെഗ്നീഷ്യം കൂടെ ചേർക്കണം. പിന്നെ മൈക്രോ ഫുഡ് എന്ന് പറയുന്നത് മണ്ണിൽ വീഴുന്ന 5-10 കിലോ അതിനോട് ചേർത്ത് മൊത്തം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അതിന് 2 കിലോ വേണം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു 10 ലിറ്റർ വെള്ളം ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ബാക്കി ഫോളിയർ വളങ്ങളൊക്കെ കിട്ടുന്ന അതെല്ലാം മേടിച്ച് വെച്ച് ഇത് ബേസിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെടി നല്ലപോലെ ആരോഗ്യം കയറി വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റോക്ക് ഫോസ്ഫേറ്റ് കുമ്മായം ഡോളമൈറ്റ് മിക്സ് ചെയ്തിട്ട് ഒരു 10 ലിറ്റർ രൂപ ചെടിക്കകത്ത് ഒരു 3-4 മാസം അടുത്ത് ഇട്ട് കൊടുത്താൽ കാൽസ്യത്തിൻ്റെ ലെവലും കറക്റ്റാവും. കുമ്മായോ ഡോളമൈറ്റോ ചേർത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം ചേർത്ത് ബാക്കി റോക്ക് ഫോസ്ഫേറ്റ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ കാൽസ്യത്തിൻ്റെ ലെവൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വന്ന് നമ്മളൊരു ഇല കാണുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നു പറമ്പിൽ പോകുമ്പോൾ ഇല ഇങ്ങനെ പിടിച്ചു പോകും. പപ്പടം കണക്ക് പൊടിയാണെങ്കിൽ അത് ബോറോൺ കുറവെന്ന് കൺഫേം ചെയ്യും. മുകളിലത്തെ പപ്പടം പൊടിയുന്ന സൗണ്ട് കേട്ട് ബോറോൺ. അങ്ങനെയുള്ള ചെടികളിൽ വരുന്ന കായലിനകത്ത് അരിയണം കുറവായി, കായ്ക്ക് തൂക്കം കുറവായിരിക്കും. പൊട്ടിച്ചു നോക്കി നമ്മൾ ഓരോ കായ എടുക്കുമ്പോഴും ആ ഉണങ്ങിക്കൊണ്ടുവരുന്ന കായ എടുക്കുന്ന അരി എടുത്ത് വായെടുത്ത് കഴിക്കണം. സൗണ്ടോട് കൂടി പൊട്ടുകയാണെങ്കിൽ കാൽസ്യവും സൾഫറും ഫോസ്ഫറസും കറക്റ്റാണ്. ചതഞ്ഞു പോകണമെങ്കിൽ ഇതെല്ലാം കുറവൊന്നും കണ്ടുപിടിച്ചോളൂ. അപ്പോൾ ബോറോൺ കുറവായി കഴിഞ്ഞാൽ അരി എണ്ണം കുറയും. ബോറോൺ മണ്ണിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പൂക്കൾ. പിന്നെ ഒരു ചെടിക്ക് വളക്കുറവുണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കുന്നത് പൂക്കളുടെ എണ്ണം കുറഞ്ഞാൽ വളക്കുറവാണെന്നാണ് കാണുന്നത്. ഇപ്പോഴും പൂക്കൾ പെട്ടെന്ന് വെള്ളം കൊടുത്തോളൂ. മണ്ണിൽ ഈർപ്പം കുറഞ്ഞാലും വളം വലിച്ചെടുക്കാൻ പറ്റത്തില്ല. വെള്ളം കൊടുത്ത് നോക്കിയിട്ട് വെള്ളം നനച്ചു അപ്പോഴും പെട്ടെന്ന് പൂക്കളെല്ലാം കൂടുകയെങ്കിൽ വിചാരിച്ചു അപ്പോൾ വെള്ളം കുറവായിട്ടാണ്, വളം ശരിയാണ്. അല്ലാതെ ചെടിയിലെ പൂക്കൾ ചെറുതായിട്ട് പൂക്കളുടെ വലിപ്പം കുറവാവുകയും പൂക്കൾ എണ്ണം കുറയും ചെയ്ത് കഴിഞ്ഞാൽ അത് വളക്കുറവെന്നാണ് കാണിക്കുന്നത്. ഉദയിൽപ്പെടുത്ത് പറ്റും. നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് മൂടിയിട്ട് എന്തായിരിക്കും അവസ്ഥ? ആ വെള്ളം ആവിയായി വലിച്ച് ആ പ്ലാസ്റ്റിക് കവർ കിട്ടിയിട്ട് കണ്ടൻസ് ചെയ്ത് തിരിച്ചു പോകും. ഉദയിൽപ്പെടുന്ന ആവിയായി ആകാശത്തേക്ക് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോയിലെ പ്ലാസ്റ്റിക് മൾച്ചിങ് സൂരജ് ഉണ്ടോ ഇവിടെ? അതും അവിടെ ഇരിക്കുന്നു. പുള്ളി പ്ലാസ്റ്റിക് കവർ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ആ മൂടിയിട്ട് ഈ വെള്ളം വന്നിട്ട് തിരിച്ചു വരും. അതിൽ വേരിൻ്റെ അളവ് കൂടുതലായിരിക്കും. നമ്മുടെ ഇതിന് ഒരു കനോപ്പി എന്ന് പറഞ്ഞൊരു കാര്യം. കനോപ്പി എന്ന് വെച്ചാൽ മുകളിൽ എത്ര ചെടിക്ക് വലിപ്പം കാണിക്കുന്നു അത്രയും വേരും കാണും. അതുകൊണ്ടാണ് അതിനുള്ള ഇംബാലൻസ്. മാവൊക്കെ പൂക്കാൻ വേണ്ടി 25% വെട്ടിക്കഴിഞ്ഞാൽ അടിയിലും അത്രയും വേണം. അപ്പോൾ 25% വെട്ടുമ്പോൾ ഭക്ഷണം ഉണ്ടാകുന്ന കൂടുതൽ വന്നിട്ട് എക്സസ് ആവും. ഭക്ഷണം ഫോട്ടോസിൽ എക്സസ് ആവുന്നതുകൊണ്ടാണ് പെട്ടെന്ന് മാവൊക്കെ ഫ്ലവറിങ് ആണ്. അപ്പം അതുകൊണ്ട് കഴിവതും വെള്ളം നനയ്ക്കുന്നത് കുഴിയെടുത്തിട്ടിട്ട് ആ കുഴിക്കകത്ത് വെള്ളം ഒഴിച്ചാൽ ഈ വെള്ളം അടിയിലേക്ക് താഴ്ന്നു പോകും. അത് മോശമൊന്നുമല്ല, പുതയിടുന്നത് നല്ലതാണ്. അപ്പോൾ പുതയിടുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അത് പെട്ടെന്ന് പൊടിയാൻ വേണ്ടി കമ്പോസ്റ്റിംഗ് കൾച്ചർ, ഞാൻ പറഞ്ഞില്ലേ ഉരുവാൻ മുതൽ പൊടിക്കുന്നതിനകത്ത് കമ്പോസ്റ്റിംഗ് കൾച്ചർ ചേർത്ത് പറമ്പ് മൊത്തം പൊടിഞ്ഞാണ്. പൊടിഞ്ഞ ഒരു സ്പോഞ്ച് വെച്ച് നമുക്ക് ഒരു സീഡ് ചിക്കാവുന്നത്. അതിനകത്ത് സ്പോഞ്ച് എടുത്ത് വെള്ളത്തിലിട്ടാൽ വെള്ളം വലിച്ചത് റെക്സിനിട്ട വെള്ളം വലിക്കുന്നു. അപ്പോൾ ഈ കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ ആ വെള്ളം വലിച്ച് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്.
വേസ്റ്റ് ഡീകമ്പോസറിന്റെ ഉപയോഗം ഇത് വേസ്റ്റ് ഡീകമ്പോസറോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഈ കൾച്ചർ ഉണ്ടാക്കി ഒഴിച്ചതിന് ആവശ്യം അവിടെ പൊടിഞ്ഞു ഇവര് നമ്മുടെ IPL കാണിച്ചില്ല കമ്പോസ്റ്റിംഗ് ബാക്ടീരിയ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇതെല്ലാം കൂടെ ചേർത്ത് കൾച്ചർ ചെയ്ത് ഒറ്റ ഒഴിയും കുറിച്ച് പറമ്പ് നിറയെ സൂക്ഷ്മജീവികളാവും ഉള്ളത് നമുക്ക് പൊടിച്ചു കളയും. അല്ലെങ്കിൽ മുറുകി വരുമ്പോഴത്തെ അതിൻ്റെ അകത്തുള്ള നാരിക്കുന്ന സൂചികളൊക്കെ കൊണ്ടു അത് ഫോസ്ഫറസ് കുറവുള്ളതാണ്. അതിനകത്തെ ഫോസ്ഫറസിന്റെ എല്ലാത്തിട്ട് നമ്മുടെ ആൽഫ നാഫ്തലിൻ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന സാധനം ANA ആൽഫ നാഫ്തലിൻ അസറ്റിക് ആസിഡ് ആൽഫ നാഫ്തലിൻ അസറ്റിക് ആസിഡ് അത് അഗ്രോണ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരും. പ്ലാനോ ഫിക്സ് എന്ന് പറഞ്ഞാൽ നാഗാമൃതം എന്നൊക്കെ പറഞ്ഞു ഏറ്റവും വില കുറവ് നാഗാമൃതനാണ്. അതിന്റെ ഒരു 20 മില്ലി ചേർക്കുക. മുളമെല്ലാം കൊടുക്കുന്ന ചെടി തന്നെ അതിന്റെ ഈ പേര് മാറ്റി ഞാൻ പറഞ്ഞു നോക്കുക. ഇല്ല സ്കൂളിലാണ് കൈകൊണ്ട് ഒടിഞ്ഞ അറ്റത്തെ ഇങ്ങനെ സൂചി കണക്കെടുത്ത് നോക്ക്. ഫോസ്ഫറസ് കുറഞ്ഞ ചെടി അതിനകത്ത് ഈ നാഗാമൃതം കൊടുത്തിട്ടേ അത് യൂറിയ കൂടെ ചേർത്ത് കഴിച്ചെടുത്ത് അത് പെട്ടെന്ന് ഫ്രഷാവും. പിന്നെ നമുക്ക് ചൊറിയെ പറ്റി പല കാര്യങ്ങൾ പറയാം അല്ലേ. ചൊറിയ എന്ന് പറഞ്ഞ ഈ വേനൽക്കാലം പറയുന്നത് ബ്ലാക്ക് ട്രിപ്സ് എന്ന് പറഞ്ഞ വൈറ്റ് ട്രിപ്സ് പല ടൈപ്പ് നീരൂറ്റി കുഴിക്കുന്ന ജീവികളുണ്ട്. അപ്പൊ നമുക്ക് അതിനു വേണ്ടി ചെറിയ ഉപായം ചെയ്യാം. മൈദമാവ് അറിയാം നമ്മുടെ പൊറോട്ടയെ പറ്റി നമ്മുടെ നാഷണൽ ഭക്ഷണമല്ലേ പൊറോട്ട. മൈദമാവില്ലേ 1 കിലോ മൈദമാവ് എടുത്ത് 5 ലിറ്റർ വെള്ളത്തിൽ കലക്കണം. ഏത് ചൂടാക്കി കൂടി പശയാക്കും. കുറുക്കി പശയാക്കും നല്ല പശ എന്നിട്ടാണ് ഇതിനെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് 1200 കൂടുതൽ ഒഴിക്കുക. ഇതിനെ ഒഴിച്ച് 200 ആക്കും. അപ്പൊ ഈ പശ നോസിൽ കെട്ടി കൂടുതൽ വെള്ളം ഒഴിച്ച് കലക്കി 1 ഡ്രമ്മിൽ ഒഴിച്ചിട്ട് 1 കിലോ കുമ്മായം ചേർക്കണം. 1 കിലോ കുമ്മായം ചേർത്തിട്ട് ഇതിനെ എല്ലാം മിക്സ് ചെയ്ത് മൊത്തം ചെടിക്ക് നടിച്ചു കൊടുക്കണം. ഏരിയയിൽ പൂവിലും കായും മൊത്തം അടിക്കണം. അപ്പൊ ഈ പശ ചെടി മൊത്തം പറ്റി പിടിക്കും. ഇതിന് ഉണങ്ങുമ്പോൾ ഈ പശ മൊത്തം പൊട്ടി പൊട്ടി ചെടി പിടിക്കും. രാത്രിയാകുമ്പോൾ ഈർപ്പം ഹ്യൂമിഡിറ്റിയുടെ ഈർപ്പമായിട്ട് മൊത്തത്തിൽ പശയാണ്. അപ്പോൾ ഈ ചൊറി കടിക്കുന്നവർ ഓടിച്ചാടി വന്ന് ഒട്ടിപ്പിടിക്കും. പ്ലാസ്റ്റിക് ട്രാപ്പുകൾ മൊത്തം ഒട്ടിപ്പിടിച്ച് മൊത്തം ചത്തും. ഇത് വലകെട്ടി പോകും. ചൊറി ഒന്നിനും പൈസ ഇല്ലാതെ തയ്യാറാക്കി എടുക്കാം. ഇതിൽ അധ്വാനം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഇത്രയും ഇത് കൊല്ലാത്തൊരു കാര്യമല്ലോ. 1.5 കുട്ടിയായി കൊല്ലുന്നു. 1 കിലോ മൈദമാവ് എടുത്ത് പൊറോട്ട രാവിലെ വൈകുന്നേരം എടുത്തിട്ട് സാധനമാണ്. 1 കിലോ മൈദമാവ് എടുത്തേ 1 കിലോ മൈദമാവ് 5 10 കലക്കിയിട്ട് അതിനെ കുറുക്കി ഒന്ന് പശയാക്കണം. അത് വരുമ്പോൾ 10 പേരുടെ 10 കിലോ കുറുക്കി കൊടുക്കും. കൂടുതൽ വെള്ളം ചേർത്താൽ പൈപ്പിനകത്ത് ഓസന തടയാൻ നിങ്ങളെ പണിയുന്നു. അപ്പൊ ഇങ്ങനെ ഇപ്പം ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്തിപ്പോ വെള്ളിച്ച പുറത്തോട്ടിരിക്കാൻ പറ്റും. ഈ പശയൊക്കെ തടിച്ചു കഴിഞ്ഞാൽ വെള്ളിച്ച പുറത്താൻ പറ്റും. ഉടനെ അവിടെ പറമ്പ് ചേർന്ന് പെട്ടെന്ന് ഉണങ്ങി ഇങ്ങനെ ടൈറ്റാണ്. അപ്പോഴേ പടവ് നമുക്ക് നാം തരുന്നു. വലകടിക്കുന്നവർ 30,000 കയറി പോയി അവന്റെ പരിപാടി ചെയ്യും. എന്റെ സോല ഈ അധ്വാനിക്കുന്നവർക്ക് ഇങ്ങനെ പിന്നെ ഇരിക്കുന്നവരാണ്